ഓം ശ്രീ ആഞ്ജനേയായ നമഃ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. 27 നക്ഷത്രക്കാരുടെ ഈ ഒരു വാരഫല വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്ന കബഡി പ്രശ്നത്തിലൂടെ ഓരോ രാശിക്കും ഓരോ തവണ കബഡി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 2026 ജനുവരി മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ആ ഒരു പ്ലാനിങ്ങോട് കൂടി ആ ഒരു സീക്വൻസിൽ നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ, ആ ഒരു കറക്റ്റ് വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാൻ സഹായകരമാകുന്ന നല്ലൊരു വാരമാണ് വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂറിൽ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും, അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ സരസ്വതി ദേവി കടാക്ഷം ഉള്ള നല്ലൊരു വാരമായിട്ടാണ് മേടക്കൂർ നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്കും കാണിക്കുന്നത്. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ടുള്ള, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു വാരം കാണിക്കുന്നത്, ഔദ്യോഗികപരമായിട്ടുള്ള അലച്ചിൽ കൂടി നിൽക്കാനുള്ള സാധ്യത, അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേടക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തികയുടെ മുക്കാൽ ഭാഗം, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ജോലി സംബന്ധമായിട്ട് കാര്യങ്ങളെല്ലാം ആ ഒരു കറക്റ്റ് ഓർഡറിൽ മുൻപോട്ട് നയിക്കാൻ പറ്റിയ ആ ഒരു ഭാഗ്യം, ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വിഘ്നേശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നതും അതുപോലെ തന്നെ കുടുംബദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഭദ്രകാളി മന്ത്രം, ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഓം രുദ്രസുധായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നഹ കാളി പ്രചോദയാത്. വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി മന്ത്രം, ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കലഹ സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നതാണ്. അത് പ്രത്യേകം നിയന്ത്രിച്ച് മുൻപോട്ട് പോവുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരം. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്ക് തീരുമാനിക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ഒരു വാരമായിട്ടാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈരം, പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ ഭാഗം. മിഥുന കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. കാൽമുട്ടിന് ഉണ്ടാകുന്ന അസ്വസ്ഥത, ഉദര സംബന്ധമായിട്ടുള്ള അസ്വസ്ഥത, അതുപോലെ തന്നെ ബോൺസ്, എല്ലിന് ഉണ്ടാകുന്ന ചെറിയ തോതിലുള്ള വേദന, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും 100% വരും എന്നല്ല, പൊതുവെ ഉള്ള നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നിലവിലുള്ള ദശാസന്ധി ഏതാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതി ഏതാണ്, അപ്പം അതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. ഇത് പൊതുവേ ഉള്ള നക്ഷത്രഫലം മാത്രമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അപ്പം ഇതിനെക്കുറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. വിദ്യാർത്ഥികൾക്ക് ചെറിയ അലസത കൂടി നിൽക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, പറ്റുമെങ്കിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹപരമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. എങ്കിൽ പോലും ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അതായത് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വർക്ക് ഔട്ട്പുട്ട് ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വാരം കാണിക്കും. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു വാരം കാണിക്കുന്നതാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ആരോഗ്യപരമായി വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു വാരമായിട്ടാവും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാവും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് ഔട്ട്പുട്ട്, ആ ഒരു നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ലഭിക്കാനും അത് നിമിത്തം നല്ല രീതിയിലുള്ള ബിസിനസ് ഗ്രോത്തിന് ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഉയരാനുള്ള സാധ്യതയും ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് എക്സ്പാൻഷൻ കാര്യങ്ങൾ കുറച്ചുകൂടെ ഉള്ള എക്സ്പാൻഷന് അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് കർക്കിടകക്കൂറുകാർക്ക് അടുത്തൊരു വാരം കാണിക്കുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാകും. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം, കാൽഭാഗം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും നല്ല ദൈവാധീനമുള്ള വാരമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അലോക്കേഷൻസ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനം ഉണ്ടാകും. ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. കുടുംബത്ത് ചെറിയ അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അങ്ങനെയുള്ള കലഹ സാധ്യതകൾ, അഭിപ്രായ ഭിന്നത ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി ചെറിയ ക്ലേശങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള ടെൻഷൻസ്, അത് നിമിത്തം ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്.
വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള നല്ല രീതിയിലുള്ള പഠന മികവോടുകൂടി മുൻപോട്ട് പോകാൻ പറ്റിയ നല്ലൊരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ ആരോഗ്യപരമായി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള നല്ലൊരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമായിട്ടാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ്. അതുകൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രുക്കൾ ഉണ്ട് എങ്കിൽ പോലും തടസ്സങ്ങളൊന്നും ഈ ഒരു വാരം അങ്ങനെ ഏൽക്കുന്നതല്ല. സാമ്പത്തികപരമായിട്ട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. അതായത് മടി, അലസത കൂടി നിൽക്കാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് കാണിക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക, ഹനുമാൻ മന്ത്രങ്ങൾ ജപിക്കുക, ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള അലസത കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള പെൻഡിങ് ഉള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനും ആ വർക്ക് ഓറിയന്റഡ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ദൈവാധീനമുള്ള ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും അനുകൂലമായിട്ടുള്ള വാരമാണ്. പക്ഷെ മടി കൂടി നിൽക്കാനുള്ള സാധ്യത ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങൾ അനുകൂലമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു തന്നെ മുൻപോട്ട് പോകാം. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം പ്രത്യേകം നിയന്ത്രിക്കുക. പരിചയമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് നിമിത്തം അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥത, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള സൗന്ദര്യ പിണക്കം പോലുള്ള കലഹങ്ങൾ കൂടി നിൽക്കാനുള്ള സാധ്യതയും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. നല്ല രീതിയിലുള്ള പഠന മികവ് ഉണ്ടാകുന്ന നല്ല ഒരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം, നല്ല ബന്ധം വന്നു ചേരാനുള്ള നല്ല ദൈവാധീനമുള്ള ഒരു വാരം. അതുപോലെ ഔദ്യോഗികപരമായിട്ട് നല്ല സ്ഥാനം, പ്രത്യേകിച്ച് പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം, അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ ഉള്ള അങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള ഒരു തടസ്സം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്ലാനിങ് അങ്ങനെയുള്ള പാളിച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. എങ്കിൽ പോലും സാമ്പത്തികപരമായിട്ടുള്ള പ്ലാനിങ്ങിൽ ചെറിയ ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് അലച്ചിൽ കൂടി നിൽക്കാനുള്ള സാധ്യതയും അവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഈ ഒരു വാരം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഈ ഒരു വാരം കാണിക്കുന്നതാണ്. കുടുംബദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി കൂടി നേടുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറ്റി മുൻപോട്ട് നയിക്കാൻ സഹായകരമാകുന്നതാണ്. വൃശ്ചികക്കൂർ നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്ക് അലസത കൂടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ പുതിയതായിട്ട് കസ്റ്റമേഴ്സിനെയൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യവും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സ്ഥാനം തന്നെയാണ് കാണിക്കുന്നത്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം നക്ഷത്രക്കാർക്ക് ലക്ഷ്മി നാരായണ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യപരമായിട്ടുള്ള നല്ല ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ, മഹാവിഷ്ണുവിനെ നിത്യവും പ്രാർത്ഥിക്കുക, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ സേഫ് ആയിരിക്കും, വളരെ ഭദ്രമായിരിക്കും. എങ്കിലും കൂടുതൽ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള കടം കൊടുക്കൽ വഴിയുള്ള ധനനഷ്ടം ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സേഫ് ആയിരിക്കും. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് ദൈവാധീനമുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വാരമാകും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന, വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് സ്റ്റുഡൻസിന് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ, സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു വാരം കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഔദ്യോഗികപരമായിട്ട് അനുകൂലമായിട്ടുള്ള സ്ഥാനം തന്നെയാണ്. ജോലി അങ്ങനെ പെൻഡിങ് ഉള്ള വർക്കുകളെല്ലാം നല്ല രീതിയിൽ ചെയ്തു തീർക്കാനുള്ള ആ ഒരു ദൈവാധീനം തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകം വർക്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തവർക്കും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്ന മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭദ്രകാളി ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നല്ല ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് നല്ല സമാധാനമുള്ള ഒരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ വീട് പണിയുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻക്രിമെന്റ് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചവർക്കും അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തവർക്കും അതുപോലെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്കും ഈ ഒരു വാരം അത്ര അനുകൂലമാവില്ല. ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തടസ്സം ഉടലെടുക്കാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ശത്രുപരമായിട്ട് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ടുള്ള അങ്ങനെയുള്ള ശത്രുസ്ഥാനം കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. കുടുംബത്ത് അതുപോലെ തന്നെ ചെറിയ പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള കലഹ സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും ചെറിയ തോതിലുള്ള സൗന്ദര്യ പിണക്കം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഭാഗ്യപരമായിട്ട് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും നല്ല ദൈവാധീനം ഉണ്ടാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ വിവാഹം ആലോചിക്കുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാണ്. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള ഫിനാൻഷ്യൽ അലോക്കേഷൻസ്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള വാരമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങൾ ഒഴിച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരട്ടാതി കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് അടുത്ത ഒരാഴ്ച ലക്ഷ്മി നാരായണ കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിനെ നിത്യവും പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. മഹാലക്ഷ്മി അഷ്ടകം നിത്യവും ജപിക്കുക. മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കണം നിത്യവും വിളക്ക് തെളിയിച്ച് സന്ധ്യാസമയത്ത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. വിചാരിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു തീർക്കാനുള്ള ആ ഒരു ദൈവാധീനം, പ്രത്യേകിച്ച് ഫിനാൻസ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ആ ഒരു വർക്ക് റിലേറ്റഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിലും നല്ല ദൈവാധീനം ഉണ്ടാവും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ല ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിലും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഭദ്രമായിരിക്കും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മീനക്കൂർ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു വാരമാകും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കെല്ലാം തന്നെ. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ കബഡി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.